3 കിലോ നെയ്മീൻ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ പുരട്ടി മാറ്റി വെക്കുക. പാനിൽ ആവശ്യത്തിന് നല്ലെണ്ണ എടുത്ത് ചൂടായാൽ അതിലേക്ക് മീനിട്ട് സോഫ്റ്റായി വറുത്ത് കോരുക. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി 300 ഗ്രാം നല്ലെണ്ണ എടുത്ത് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് 1 ടേബിൾ സ്പൂൺ ഉലുവ എന്നിവ ഇട്ട് പൊട്ടിക്കുക. 1 കപ്പ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് വഴറ്റുക. നല്ലപോലെ മൂത്താൽ 1/4 കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മീനിലും ഉപ്പുണ്ട്. പച്ചമുളക് ഈ അവസരത്തിൽ ചേർക്കാം, പക്ഷെ ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 കപ്പ് സാദാ മുളക് പൊടി 1/4 കപ്പ് കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. കുറച്ച് പച്ചമുളക് കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റുക. വഴന്നാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് പൊടികളുടെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ്. നല്ലപോലെ വഴന്നു കഴിഞ്ഞ് അടുപ്പിൽ നിന്ന് മാറ്റുക. ഇതേ ചൂടുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചൊന്ന് ചൂടാക്കി ആറിയതിനു ശേഷം മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി ആറിയതിനു ശേഷം കുപ്പികളിലാക്കി വെക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയും വിനാഗിരിയും കുറവാണെങ്കിൽ ഒന്ന് ചൂടാക്കി ആറിയതിനു ശേഷം ചേർത്ത് കൊടുക്കുക.